ഞങ്ങൾ കൊട്ടിയൂർ പോവാണ് ഫാമിലിയായിട്ട്. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഓട്ടോറിക്ഷയ്ക്കാണ് വന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. സമയമായിട്ടില്ല, ട്രെയിൻ വരേണ്ട 7 മണിക്കാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്നാപ്പ് ഇട്ട് കളിക്കുകയാണ്. ഇപ്പോൾ ഫുൾ നേരം സ്നാപ്പ് തന്നെയാണ് ഞങ്ങൾ. പിന്നെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ എനിക്കതൊന്നും ഓർമ്മയില്ല. അങ്ങോട്ട് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു, അതാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ എത്തി, വഴി തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ ഓട്ടോ കയറണമല്ലോ, അങ്ങനെ വഴി തെറ്റി. പിന്നെ റെഡിയായി. പിന്നെ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. അപ്പോൾ ബസ് കയറാൻ വേണ്ടിയിട്ട് എത്തിയപ്പോൾ വിശന്നപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി ഒരു ഹോട്ടലിൽ. പൊറോട്ടയും കടലക്കറിയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഞങ്ങൾ ബസ്സിൽ നിന്നുള്ള വ്യൂ കണ്ടത് എടുത്തത്. അങ്ങനെ ചന്തയിലൊക്കെ പോയി സാധനമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുളിച്ചിട്ടാണ് അമ്പലത്തിൽ കയറുക. കൊട്ടിയൂർ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് കുളിക്കുകയാണ്. ഇവിടെ നിന്നൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അങ്ങനെ കുളിക്കുന്നുണ്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് തൊഴുത് ഞങ്ങൾ പോവാണ് ഡ്രസ്സ് മാറാനായിട്ട്. അപ്പോൾ അവിടെ അങ്ങനെ ആനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആനയൊന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങൾ വേഗം തൊഴുത്തൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സ് മാറാൻ വേണ്ടി പോവാണ്. അപ്പം അതിലൂടെ പോകുന്ന സമയത്തുള്ള ചന്ത ഒക്കെയാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ മുത്തപ്പൻകാവിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയിരുന്നു. അപ്പോഴാണ് നമ്മൾ മുത്തപ്പൻകാവിലേക്ക് പോകുന്നത്. പിന്നെ കൊട്ടിയൂർ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ബസ്സിലിരുന്ന് കുറേ മടുത്തിട്ടോ, കുറേ ദൂരം ഉണ്ടായിരുന്നു. ബസ്സിലിരുന്ന് മതിയായിട്ടോ ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മൾ സ്ഥലത്തെത്തിയത് പിറ്റേ ദിവസമാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അമ്പലത്തിൽ വീഡിയോസും ഫോട്ടോസും എടുക്കരുതെന്ന്, പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ ചന്തയാണിത്. ഇവിടെ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ള, ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടുണ്ടായിരുന്നു. വേറെ അമ്പലത്തിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ വേഗം വന്നിട്ടുണ്ടായിരുന്നു.